നമസ്കാരം. ബഡ്ജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനസംഖ്യയുടെ 42.3% ഉപജീവനത്തിന് ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. രാജ്യത്തിൻ്റെ GDP-യിൽ 18.2% കാർഷിക മേഖലയുടെ സംഭാവന. 2024 ബഡ്ജറ്റിൽ കാർഷിക മേഖലയിലെ പ്രഖ്യാപനങ്ങൾ ആരംഭിച്ചതു തന്നെ കർഷകരെ അന്നദാതാവ് എന്ന് വിളിച്ചുകൊണ്ടാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില ഇടവേളകളിൽ ഉയർത്തും എന്നതായിരുന്നു പ്രധാന വാഗ്ദാനം. ഇത് ഉണ്ടായില്ല. വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. 2022-23 മുതൽ ഇങ്ങോട്ടുള്ള 3 വർഷങ്ങളിലും കാർഷിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം കുറഞ്ഞു വന്നു. അന്നദാതാവിന് ഈ ബഡ്ജറ്റ് കരുതി വച്ചിരിക്കുന്നത് എന്ത് എന്ന വിഷയമാണ് ഇന്ന് ഫിൻപാക്ക് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ M. മോഹൻദാസ്, രാഷ്ട്രീയ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ KV ബിജു, മൈഫിൻ ഇൻഹൗസ് റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ഡോക്ടർ മോഹൻദാസ്, 2022-23 അപേക്ഷിച്ച് 2024 കാർഷിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ഏതാണ്ട് 8,100 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. കർഷകർ നിരന്തരമായി സമരത്തിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതം ഉയർത്താനുള്ള സാധ്യതയുണ്ടോ എന്ന അന്വേഷണം വരുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതം ഉയർത്താനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് കാർഷിക മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായിരിക്കും മിക്കവാറും ബഡ്ജറ്റിനകത്ത് ഉണ്ടാകുക. പ്രത്യേകിച്ചും നേരത്തോടെ സൂചിപ്പിച്ച പോലെ അമൃത്കാലിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്തിനും ഗ്രീൻ ഗ്രോത്തിനും വളരെ പ്രാധാന്യം കൊടുക്കും. ഗ്രീൻ ഗ്രോത്ത് കാർഷിക ഗ്രോത്ത് മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ടെക്നോളജി, അപ്പൊ അത് കാർഷിക മേഖലയിൽ അത് റിഫ്ലക്ട് ചെയ്യും. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകരെ അന്നദാതാക്കളായി കണ്ടുകൊണ്ട് 4 പ്രധാന മേഖലകളെ ആണ് വികസിപ്പിക്കുന്നത്. അതിൽ ഒന്ന് അന്നദാതാക്കൾ അല്ലെങ്കിൽ കർഷകരെ. ആ അർത്ഥത്തില് ഈ പറയുന്ന കർഷക ക്ഷേമത്തിനും കാർഷിക വളർച്ചയ്ക്കും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരുടെ ഈ പറഞ്ഞ പോലെ കടബാധ്യതകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബാധ്യതകളും കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഒറ്റയടിക്ക് അത് വരുവാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ കഴിഞ്ഞ ബജറ്റുകൾ പ്രഖ്യാപിച്ച കാർഷിക വികസന പദ്ധതികൾ വർദ്ധിച്ച് ബജറ്റ് വിഹിതം പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കിസാൻ സമ്മാൻ നിധി കൂടുതൽ കാലത്തേക്ക് നീട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നേരത്തെ 1.5 കോടി ജനങ്ങൾക്കാണെങ്കിൽ 11.5 കോടി കർഷകർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഏതാണ്ട് 9 കോടി പേർക്കുള്ളൂ. കാരണം അനർഹരായിട്ടുള്ളത് വാങ്ങിക്കൊണ്ടിരുന്നത് കുറച്ചിട്ടുണ്ട്, അവര് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അത് 8,000-ഓ 10,000-ഓ 12,000-ഓ ആയി വളരെ സാധ്യത നിലവിലുണ്ട്. മറ്റൊന്ന് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4% പലിശ നിരക്കിലാണ് കാർഷിക വായ്പ. നടപ്പ് വർഷം അത് 24 ലക്ഷം കോടിയാണ് ബാങ്കുകൾ മുഖേനയും സഹകരണ സംഘങ്ങൾ മുഖേനയും കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നത്. അത് 28 ലക്ഷമോ 30 ലക്ഷമോ ചിലപ്പോൾ 32 ലക്ഷമോ ആയിട്ട് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. വേറൊന്ന് വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട്, അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കഴിഞ്ഞ വർഷത്തോടെ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ വർഷത്തോടു കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഡയറി കർഷകർക്കും അതുപോലെ തന്നെ മത്സ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇതിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കവറേജ് എന്ന് പറയുന്നത് 8 കോടിയിൽ നിന്ന് 10 കോടിയോ 12 കോടിയോ ആയിട്ട് വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട്. പിന്നെ കർഷകർക്ക് മെച്ചപ്പെട്ട ഉൽപ്പന്ന വില ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് 6-7 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഒന്നാമതായി പറയാനുള്ളത് E-NAM പദ്ധതി, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പോളിസിയുടെ ഭാഗമായിട്ട് E-NAM എന്ന് പറയുന്ന പരിപാടി കുറെ വർഷങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 കോടി കർഷകരും 2.53 ലക്ഷം വ്യാപാരികളുമാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ APSC വണ്ടികളാണെങ്കിൽ 2,477 വണ്ടികളും അവരുടെ അനുബന്ധ യാർഡുകളടക്കം 7,320 യാർഡുകളാണ് മൊത്തമുള്ളത്. അതിൽ വണ്ടികൾ 1,500 എണ്ണം മാത്രമേ ഇതുവരെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൂ. അത് കൂടുതൽ എല്ലാ വണ്ടികളിലേക്കും വ്യാപിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കും. പിന്നെ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തില് ഒരു കാര്യം അവർ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ
വില കുറഞ്ഞ സമയത്ത് ഉൽപ്പന്നം വിൽക്കാതെ അത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം കുറവായി. അതിന്റെ ഭാഗമായിട്ടാണ് 2 വർഷം മുൻപ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്സിലറേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞ് ഈ സ്റ്റോറേജ് മണ്ഡികളിൽ സ്റ്റോറേജ് സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പുതിയ പദ്ധതി തുടങ്ങിയപ്പോൾ അതിന് കൂടുതൽ കവറേജ് കൊടുക്കുകയും അതിന് കൂടുതൽ തുക വകയിരുത്താനും സാധ്യതയുണ്ട്. അതുപോലെയാണ് ഫുഡ് കോർപ്പറേഷന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2014 3600 ആയിരുന്നു ഫുഡ് കോർപ്പറേഷന്റെ സംഭരണം. അത് 6500 വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ വർഷം മിക്കവാറും 7000 7500 ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഞാൻ നടപടിയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെ ഈ തവണത്തെ ബഡ്ജറ്റിൽ കർഷകർക്ക് അനുകൂലമായ ഒട്ടേറെ നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. താങ്കൾക്കും അതേ പ്രതീക്ഷയാണോ ഉള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല. വർഷങ്ങളായിട്ട് സർക്കാർ കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കൊന്നും തന്നെ ഫലം കാണുന്നില്ല. ബഡ്ജറ്റ് ഇംപ്ലിമെന്റേഷൻ നോക്കിക്കഴിഞ്ഞാണ് പകരം. ഞാൻ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളെ ആദ്യമേ തന്നെ ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ് തുടങ്ങുന്നത് തന്നെ, ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങുന്നത് തന്നെ നുണ പറഞ്ഞിട്ടാണ്. നമ്മുടെ ഇതിലും നമ്മൾക്ക് കാണാം, എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാം കർഷകർക്ക് 50% ലാഭത്തോടു കൂടി ഇപ്പോൾ MSP നൽകുന്നു എന്ന വലിയ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഫിനാൻസ് മിനിസ്റ്ററുടെ പത്രസമ്മേളനം കണ്ടാൽ അറിയാം. ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളോട് ഇങ്ങനെ ഈ നുണ പറഞ്ഞ് പറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പാരഗ്രാഫ് 10 പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ അഗ്രികൾച്ചർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ICAR പുതിയതായിട്ട് ക്ലൈമറ്റ് റെസിലിയൻസ് സീഡ്സും അതുപോലെ തന്നെ പുതിയ സീഡുകൾ ഇറക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം GM മസ്റ്റാർഡിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ICAR പുതിയതായിട്ട് പല മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ട് കരാർ ഒപ്പിട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ആയി. ബെയറുമായിട്ട് സൈൻ ചെയ്തു ഒരു എഗ്രിമെന്റ്, അതുപോലെ തന്നെ സിഞ്ചന്റെ ആയിട്ട് സൈൻ ചെയ്തു, അതുപോലെ തന്നെ ആമസോൺ കിസാനായിട്ട് സൈൻ ചെയ്തു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് സൈൻ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും കാർഷിക ഗവേഷണം, മാർക്കറ്റിംഗ്, ഈ വക എല്ലാ കാര്യങ്ങളും തന്നെ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കുന്ന നടപടികളാണ്. സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകം മുഴുവൻ തന്നെ ഇന്ന് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുകയാണ്. ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും 4 കമ്പനികൾ വിത്തിന്റെ 62%, കൊമേഴ്സ്യൽ സീഡിന്റെ 62% നിയന്ത്രിക്കുന്നു. വളത്തിന്റെ 10% നിയന്ത്രിക്കുന്നത് 5 കമ്പനികളാണ്. പെസ്റ്റിസൈഡിന്റെ 4 കമ്പനികൾ 44% നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ കീഴടക്കിയ അതേ കമ്പനികൾക്ക് സൗകര്യമൊരുക്കുന്ന കരാറുകളാണ് ICARഉം കേന്ദ്ര സർക്കാരും ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് വൽക്കരണം ഞങ്ങളെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ തന്നെ യാതൊരു സംശയവുമില്ല. 2-3 തവണയായി 2022 മുതൽ കാർഷിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഫെർട്ടിലൈസർ സബ്സിഡി രാസവളത്തിന് അനുകൂലമല്ല, എന്നാലും 2023-24 1.75 lakh crore ബഡ്ജറ്റ് ഡോക്യുമെന്റ് കേട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് ഡോക്യുമെന്റ് മുഴുവൻ 44 സ്ഥലത്ത് ഫാർമർ എന്ന് പറയുന്നുണ്ട്. ബഡ്ജറ്റിന്റെ പ്രസംഗം കേട്ടാൽ തോന്നും ഇത് മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നും. പക്ഷെ ബഡ്ജറ്റിന്റെ അലോക്കേഷൻ കുറയ്ക്കുന്നു, വളത്തിനുള്ള സബ്സിഡി കുറയ്ക്കുന്നു. ഇവർ പ്രഖ്യാപിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. പെസ്റ്റിസൈഡിന്റെ കാര്യത്തിൽ, ബാക്കി കാര്യങ്ങളിലൊക്കെ ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റിവ്യൂ മുഴുവൻ തന്നെ തലതിരിച്ചാക്കി 27 പെസ്റ്റിസൈഡ് നിരോധിക്കാൻ ഡ്രാഫ്റ്റോട് ഇറങ്ങിയത് തിരുത്തി അത് 4 എണ്ണമായിട്ട് വെട്ടിച്ചുരുക്കി. അവരാണ് പറയുന്നത് ഞങ്ങൾ നാച്ചുറൽ ഫാമിങ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് പ്രഖ്യാപിക്കുന്നു അതിന് പൂർണ്ണമായിട്ടും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പശുവിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്ന ഒരു സർക്കാരാണ് ഈ 2014-15 അധികാരത്തിൽ ഏറ്റിട്ട് ആദ്യമേ തന്നെ
ദേശീയവൽക്കരണം പശുവിന്റെ കാര്യത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗോവർദ്ധൻ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിച്ച സമയത്തൊക്കെ കൃഷിമന്ത്രി പറഞ്ഞു A2 മിൽക്കിന്റെ പ്രൊഡക്ഷൻ കൂട്ടും, ദേശീയ പശുക്കളുടെ എണ്ണം കൂട്ടും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എവിടെ എത്തി? 2014 ശേഷം ഇപ്പൊ എത്തി നിൽക്കുന്നത് എത്ര %? ഈ പ്രഖ്യാപനങ്ങളല്ലാതെ സർക്കാർ യാതൊന്നും തന്നെ കാർഷിക മേഖലയ്ക്ക് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾ വളരെയധികം താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, കാർഷിക മേഖലയ്ക്ക് ഇത്തവണ ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഡോക്ടർ മോഹൻദാസ് അതേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ഓഹരി വിപണിയിൽ എന്ത് ചലനം സൃഷ്ടിക്കും? ഈ അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ സെക്ടർ ഒരു വലിയൊരു വൈഡ് സെക്ടറാണ്. പല രീതിയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുക. ഒന്ന്, ആഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രീനെ എഫക്റ്റ് ചെയ്യാം. രണ്ടാമത് ഈ പറയും പോലെ ഫെർട്ടിലൈസർ സെക്ടറിനെ എഫക്റ്റ് ചെയ്യാം, സീഡ് സെക്ടറിനെ എഫക്റ്റ് ചെയ്യാം, ഡ്രിപ്പ് ഇറിഗേഷൻ പ്രൊഡ്യൂസേഴ്സ്, പൈപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ, പമ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ആഗ്രി റിലേറ്റഡ് കൺസംഷൻ സ്റ്റോറീസ്, FMCG സ്റ്റോറീസ്, ഷുഗർ കമ്പനീസ്, എത്തനോൾ, ഡയറി, അക്വാകൾച്ചർ, അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സെക്ടേഴ്സാണ് ഈ അഗ്രികൾച്ചർ റിഫോംസ് വഴി ബെനിഫിറ്റ് ചെയ്യുന്നത്. ഈ ഓരോ സബ് സെക്ടേഴ്സിലും ബെനിഫിഷ്യൽ ആവുന്ന കമ്പനികളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, കേരള ബേസ്ഡ് കമ്പനിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ആഗ്രോ കെമിക്കൽസിൽ തന്നെ PI ഇൻഡസ്ട്രീസ്, ടാറ്റ കമ്പനിയായ റാലീസ്, MNC കമ്പനിയായ ബെയർ കോർപ്പ്, ഇതുകൂടാതെ ഫെർട്ടിലൈസർ കമ്പനിയാണ് കോറമെന്റൽ, അതായത് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ് കോറമെന്റൽ. അതുകൂടാതെ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കേരള കമ്പനിയായ FACT, അസോസിയേറ്റഡ് ആയിട്ടുള്ള പല സെക്ടേഴ്സും ഉണ്ട്. അതായത് ഇപ്പോൾ പമ്പ് കമ്പനീസ് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു പേര് V-Guard, അതൊരു കേരള ബേസ്ഡ് കമ്പനിയാണ്. അതുകൂടാതെ ശക്തി പമ്പ് ഉണ്ട്, KSB പമ്പ്സ് ഉണ്ട്. അതുകൂടാതെ സീഡ് പ്രൊഡ്യൂസേഴ്സ്, കാവേരി സീഡ്സ്, പൈപ്പ് കമ്പനിയായ ആസ്ട്രാൾ, ഫിനോലെക്സ്, ഒരുപാട് മേഖലകളിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാം. ഒരുപാട് സ്റ്റോക്സിന് ഇതിന് ബെനിഫിറ്റ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓഹരി വിപണി ബഡ്ജറ്റിനോട് സാധാരണഗതിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ബഡ്ജറ്റിൻ്റെ അന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സെക്ടർ വെച്ച് ഫാമിംഗ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് ന്യൂസ് ഫാർമിംഗ് സെക്ടറിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഇതൊരു വളരെ പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്. സോ എത്രയോ കൊല്ലമായി ബഡ്ജറ്റ് ഞാനും താങ്കളും ഒക്കെ കവർ ചെയ്യുന്നു. എല്ലാ ബഡ്ജറ്റിലും എല്ലാ സർക്കാരുകളും വന്നിട്ട് ഫാർമിംഗ് സെക്ടറിന് വേണ്ടിയിട്ട് പുതിയ ആനുകൂല്യങ്ങൾ പറയുന്നു, പുതിയ റിഫോംസ് പറയുന്നു, പുതിയ സ്കീംസ് കൊണ്ടുവരുന്നു. എന്നിട്ടും ഇതുവരെ നമുക്ക് ഫാർമറിനെ ഒരു രീതിയിലും സന്തോഷിക്കാനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനോ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഈ പെരിഫറിയിൽ സ്കീംസ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഫാർമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള, ഫാർമറിന് എന്തുകൊണ്ട് ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനനുസരിച്ച് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നതും ഒരുപാട് പുതിയ IPOകൾ ഈ സെക്ടറിൽ വരാനും ടെക്നോളജി ഇനേബിൾഡ് കമ്പനീസ് വരാനുമായിട്ട് സഹായിക്കും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ നമ്മൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് പോൾട്രി സെക്ടറാണ്. ഈ പോൾട്രി സെക്ടർ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് വികസിക്കാൻ കാര്യം കോൺട്രാക്ട് ഫാർമിംഗ് വന്നുകൊണ്ടാണ്. കോർപ്പറേറ്റ്സ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തതാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ലിസ്റ്റഡ് ആയിട്ട് ഒരു കമ്പനിയുണ്ട് ITC ഒരു കോൺട്രാക്ട് ഫാർമിംഗ് മധ്യപ്രദേശിലെ ഫാർമേഴ്സ് ആയിട്ട് ചെയ്തത് പല യൂണിവേഴ്സിറ്റീസിലും കേസ് സ്റ്റഡിയാണ്. അത് ITCക്കും ബെനിഫിഷ്യൽ ആയിരുന്നു, ഫാർമേഴ്സിനും ബെനിഫിഷ്യൽ ആയിരുന്നു. ബട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ഏതാണ്ട് ഇതൊരു സ്വകാര്യവൽക്കരിക്കുന്നു, കോർപ്പറേറ്റുകൾ വൽക്കരിക്കുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞ സെക്ടറിനെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇതിന് ദ്രോഹമാണ് ചെയ്യുന്നത്. ഫാർമേഴ്സിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള എന്ത് സ്കീംസും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ അവരെ ഫ്രീ ആക്കി വിടണം. എവിടെ വേണമെങ്കിലും ലോകത്ത് സെൽ ചെയ്യാനുള്ള അവരുടെ ഒരു ഓപ്ഷൻ എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ KV ബിജു, ശ്രീ സൂരജ് നായർ പറഞ്ഞത് കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെയാണ് കാർഷിക മേഖല രക്ഷപ്പെടേണ്ടത് എന്നാണ്. അല്ല, ഞങ്ങൾ ഇതിന് വീണ്ടും വളരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയാണ്. ഞാൻ പറഞ്ഞത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്ന് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലാണ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കോർപ്പറേറ്റുകൾ വന്നാലുള്ള ദൂഷ്യവശം ഞാൻ ഒരൊറ്റ കമ്പാരിസൺ തന്നെ പറയാം. അതായത് പാലിന്റെ കാര്യത്തില് കോർപ്പറേറ്റ് വൽക്കരണം പൂർണ്ണമായിട്ട് നടന്ന, അതായത് 98% മിൽക്ക് പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും നടന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയിൽ വിൽപ്പന വിലയുടെ 40% മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. മറിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും വിൽപ്പന വിലയുടെ 71% കർഷകന് കിട്ടുന്നു. അപ്പൊ കർഷകർക്ക് ഗുണമാകുന്നത് കോർപ്പറേറ്റുകളുടെ പ്രോസസ്സിംഗ് ആണോ കോർപ്പറേറ്റുകളുടെ സംവിധാനമാണോ എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ഞാൻ ഓരോ മേഖലയായിട്ട് എടുത്ത് പറയാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു സ്റ്റഡി വന്നത് ഓക്സ്ഫാമിൻ്റെതാണ്. ഓക്സ്ഫാമിന്റെ സ്റ്റഡിയിൽ 96 മുതൽ 2006 വരെയുള്ള കാപ്പിയുടെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട് 96 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ പ്രോസസ്സിങ് കൂടുതൽ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകുന്ന സമയത്ത് കർഷകന് കിട്ടുന്ന വില, അതായത് മുൻപ് ആകെ കാപ്പി വില $64 ബില്യൺ ആയിരുന്നത് 2006 എത്തുന്ന സമയത്ത് കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് എങ്ങനെയാ വെച്ചാൽ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെ കോർപ്പറേറ്റ് റീറ്റെയിലേഴ്സ് ധാരാളമായിട്ട് വരുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ കർഷകന്റെ വരുമാനം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് യൂറോപ്പിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ആയാലും അമേരിക്കനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ആയാലും ഈ സ്റ്റഡിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വാൾമാർട്ടിനെതിരെ അമേരിക്കയിലെ കർഷകരാണ് ഏറ്റവും ആദ്യത്തെ പ്രക്ഷോഭം. കാരണം അവർക്ക് വേണ്ടത്ര വില നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാൾമാർട്ട് ഏർപ്പെടുത്തിയ കോൺട്രാക്ട് ഫാമിംഗ് സംവിധാനത്തിലൂടെ അവർ ഓരോ വർഷം ചെല്ലുന്തോറും വില കുറയ്ക്കുകയാണ്. മെട്രോക്കെതിരായിട്ട് ജർമ്മനിയിൽ സമരം നടക്കുന്നു. ഇനി ഇപ്പൊ തന്നെ റിലയൻസ് 16,000 ഷോറൂമുകൾ ഇന്ത്യയിൽ തുടങ്ങി അവരുടേതായിട്ട്. ഈ ഷോറൂമുകളുടെ ഇമ്പാക്ട് എന്താന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡ് വളരെ ചുരുക്കം ആളുകളുടെ കയ്യിലേക്ക് പോകുന്ന സമയത്ത് കർഷകന് കിട്ടുന്ന വില കുറയുകയാണ്. ലോകം മുഴുവൻ ഇത് തന്നെയാണ് സംഭവിച്ചത്, ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ രണ്ടാമത് കോർപ്പറേറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇതിനു വേണ്ടിയിട്ടും പൂർണ്ണമായിട്ട്, ഞാൻ വിത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബാക്കി പ്രോസസ്സിങ്ങിന്റെ കാര്യത്തിലും എല്ലാം സ്വകാര്യ കുത്തകകളെ ആശ്രയിക്കുന്ന അതേ സർക്കാർ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇതേ നയം തന്നെയാണ് എടുക്കുന്നത്. മാർക്കറ്റിംഗുമായിട്ട് ആമസോൺ കിസാനുമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാറുണ്ടാക്കുന്നു. ഇനി ഇന്ത്യയിലെ റീറ്റെയിലിന്റെയും അത് ആമസോണുമായിട്ട് കരാറുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ റീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത്, അതായത് കോർപ്പറേറ്റ് റീറ്റെയിലേഴ്സിന്റെ പ്രസൻസ് ഇന്ത്യയിൽ കൂടുന്നതിനനുസരിച്ച് വില തകർച്ച വരികയാണ് ഉണ്ടാകുന്നത്. പല മേഖലകളിലും അവർ കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരു തകർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. 2022-23 കാലഘട്ടത്തില് മൊത്തം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ആപ്പിളിന്റെ 9% അദാനി എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയാണ്. അത് വന്ന സമയത്ത് അവർ ഏറ്റെടുത്ത വില, അതായത് ഹിമാചൽ പ്രദേശിൽ പ്രധാനമായിട്ട് അവർ ഏറ്റെടുത്ത വിലയുടെ ഏതാണ്ട് 60% കൂടുതൽ വിലയ്ക്കാണ് അവർ വിപണിയിൽ വിറ്റത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അവർ ഏറ്റെടുത്തത് ഏറ്റവും നല്ല ആപ്പിളുകൾ ഏറ്റെടുക്കുക, പിന്നീട് വന്ന ആപ്പിളുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒരു കാര്യം, റീറ്റെയിൽ കുത്തകകൾ ചില്ലറ വ്യാപാര മേഖലയിൽ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഹോൾസെയിൽ വരുന്നത് കൃഷി പൂർണ്ണമായിട്ടും കർഷകന് ദോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാണുന്നത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, ഇൻപുട്ട് ചെലവുകൾ, വളം, കീടനാശിനി, ഇന്ധനം തുടങ്ങിയ ചെലവുകൾ കർഷകർക്ക് താങ്ങാൻ അധികം കഴിയാത്തത്ര വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോർപ്പറേറ്റുകളല്ലാതെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രം ഈ മേഖലയെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ പാലിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അമേരിക്കക്കായും കൂടുതൽ നമ്മുടെ കോപ്പറേറ്റീവ് സംവിധാനമാണ് കർഷകന് നൽകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കർഷക സമരം നടക്കുന്ന സമയത്ത്, കാർഷിക നിയമങ്ങൾക്ക് സമരം നടക്കുന്ന സമയത്ത് സർക്കാർ ഞങ്ങളോട് ചർച്ചയ്ക്ക് പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽ നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ മേഖലയിലെയും വളത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി നൽകിയിരുന്നു. ലോകം മുഴുവൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്.
അപ്പൊ ആ കോപ്പറേറ്റീവ് സെക്ടറിൽ കൂടുതൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു പരിഹാരവും ഇല്ല. നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾ വരുന്നു ഓരോ മേഖലയിലും. പാലിന്റെ വിലയുടെ ഞാൻ ഉദാഹരണം പറഞ്ഞ സമയത്ത് ഏറ്റവും വലിയ അമേരിക്കയിലെ പാൽ കമ്പനി തന്നെ അവർക്ക് വയബിൾ അല്ലാഞ്ഞിട്ട് അടച്ചു പൂട്ടി. അവരെങ്ങനെ? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ ഡോക്ടർ മോഹൻദാസിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ മോഹൻദാസ്, അദ്ദേഹം പറഞ്ഞത് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ, കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? കോർപ്പറേറ്റ് വൽക്കരണം എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ICRന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കോർപ്പറേറ്റുകളുമായിട്ട് പങ്കാളിത്തം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെക്കൂടെ ഈ പറഞ്ഞ പോലെ വൈഡറായിട്ടുള്ള പങ്കാളിത്തത്തിന് വേണ്ടി ചെയ്യുന്നതും കോർപ്പറേറ്റുകൾക്ക് തീരെയായിട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റുകളെയും മറ്റ് സ്ഥാപനങ്ങളെയും പങ്കാളികളാക്കി കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഗവൺമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനെ കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ചെയ്യാമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ തുടങ്ങി പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്ക് മാറ്റിയത്. അതായത് ഈ ബഡ്ജറ്റില് കർഷകർക്ക്, കാർഷിക മേഖലയുടെ ബഡ്ജറ്റിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കാർഷിക മേഖലയുടെ ബഡ്ജറ്റ് മാത്രമല്ല കാർഷിക മേഖലയുടെ വികസനത്തിൽ വരുന്നത്. ഉദാഹരണത്തിന് ജലസേചനം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യപ്പെടേണ്ട ഒരു കാര്യവും, ഇപ്പോ ജലസേചനത്തിന് നിരവധി പദ്ധതികൾ, അത് പറയുകയാണെങ്കിൽ മൈക്രോ ഇറിഗേഷൻ ഫണ്ട് സ്കീമിയുടെ നബാർഡ് ഫണ്ടഡാണ്. നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അതിന് ജലസേചനം ഉൾപ്പെടുന്നതാണ്. PM കൃഷി സഞ്ചായി യോജന ഉണ്ട്, അതിന് ഹർ ഖേത് കോ പാനി, അതായത് ഓരോ തുണ്ട് ഭൂമിക്കും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പുറമെയാണ് മിഷൻ അമൃത് സരോവർ. ഈ മിഷൻ അമൃത് സരോവറില് 99,101 സ്ഥലങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കുളങ്ങളും സൗകര്യങ്ങളും. കേരളത്തിൽ മാത്രം എനിക്ക് തോന്നുന്നത് ഡാറ്റ കിട്ടിയതനുസരിച്ച് 862 കേരളത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 159, 160 കംപ്ലീറ്റഡ് ആണ്. അപ്പോ ഇതെല്ലാം കൂടി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവർ ചെയ്തതെന്താ വെച്ചാൽ ഗതിശക്തി പരിപാടി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് 16 മിനിസ്ട്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനും അതിന്റെ എന്താ പറയാ ഹാർനസ് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം ഇതുപോലെ പല എന്താ പറയാ ഇറിഗേഷൻ മേഖലയിൽ അത്യാവശ്യമാണ്. അപ്പോഴാണ് കർഷകർക്ക് കൂടുതലായിട്ട് കണ്ടമാനം പണം ചെലവാക്കുന്നുണ്ട്, ആൾട്ടർനേറ്റീവായിട്ട് പദ്ധതികളുണ്ട്. പക്ഷെ ഇതിന്റെ പൂർണ്ണ പ്രയോജനം കിട്ടണമെങ്കിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനുള്ള ഈ പറയുന്ന പോലെ പ്രപ്പോസലുകൾ ഉണ്ടാകാം. രണ്ടാമത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജലസേചനം ഈ പറയുന്ന പോലെ കാർഷിക ഫണ്ടിങ്ങിലല്ല വരുന്നത്. നദീജല സംയോജനം. നദീജല സംയോജനം വളരെ പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞ മുമ്പത്തെ പദ്ധതിയിലാണ് ബഡ്ജറ്റിലാണ് അനൗൺസ് ചെയ്തത്. അതില് 16 പദ്ധതികളാണ് തയ്യാറായി വരുന്നതായിട്ട് പറഞ്ഞത്. ഒരു പദ്ധതിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത്. അതില് കെൻ ബെട്വ ലിങ്ക് പ്രോജക്ട് എന്നാണ് പറഞ്ഞത്. 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ജലസേചനവും 103 മെഗാവാട്ട് വൈദ്യുതിയും 27 മെഗാവാട്ട് സൗരോർജ്ജവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കും. ശ്രീ സൂരജ് നായർ, കാർഷിക മേഖലയിൽ ബഡ്ജറ്റിനോടനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഏതൊക്കെയാണ്? കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സെക്ടർ എന്ന് പറയുന്നത് ആഗ്രോ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും ആയിരിക്കും. ആഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്നത് PI ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടാറ്റ കമ്പനിയായ റാലീസ്, അതൊരു നല്ലൊരു മാനേജ്മെൻ്റ് ഉള്ള കമ്പനിയാണ്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനിയായ ബെയർ കോർപ്പ്, ഇതൊക്കെയാണ് ആഗ്രോ കെമിക്കൽ സെക്ടറിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നത്. രണ്ടാമത് ഫെർട്ടിലൈസർ സെഗ്മെന്റിലാണെങ്കിൽ കോറമെന്റൽ അല്ലെങ്കിൽ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കേരള കമ്പനിയായ FACT. ഇതൊന്നും കൂടാതെ, ഇത് മെയിൻ ലൈനായിട്ട് പറഞ്ഞ സ്റ്റോക്കുകളാണ് ഞാൻ ഈ ഉദ്ദേശിച്ചത്. അത് കൂടാതെ ആൻസിലറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പമ്പ് ഉണ്ടാക്കുന്ന കമ്പനി, അല്ലെങ്കിൽ വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി, അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനി, ഇതൊക്കെ ആൻസിലറി സർവീസസ് ആണ്. നമ്മുടെ V-Guard ആ ഗണത്തിൽ പെടുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ആഗ്രി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അല്ലെങ്കിൽ എക്സ്കോട്ട്സ്, VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ്, ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഈ സ്റ്റോക്കുകളൊക്കെ തരുന്ന റിട്ടേൺ സാധാരണ ഒരു ഫെർട്ടിലൈസർ കമ്പനിയോ ആഗ്രോ കെമിക്കൽ കമ്പനീസിനെക്കാട്ടിലും കൂടുതലാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാര്യം എപ്പോഴും ആഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി സബ്സിഡിയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷനോ കാത്തു കിടക്കുന്ന ഒരു കമ്പനികളാണ്. മറ്റേത് ഒരു പ്രൈവറ്റ് സെക്ടറിന്റെ കയ്യിലാണ് ആൻസിലറി സർവീസസ് ഉള്ളത്. അത് കാരണം അതിന് കിട്ടാവുന്ന വാല്യുവേഷനും റിട്ടേൺസും വളരെ ഹൈ ആണ്. ശരി ശ്രീ സൂരജ്, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്.
ഇന്ത്യൻ കാർഷിക മേഖല പ്രതീക്ഷയോടെയാണ് വരാനിരിക്കുന്ന ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന വേണമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമല്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ കാർഷിക മേഖല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്ന അടിസ്ഥാന വിഭാഗമാണ്. അന്നമൂട്ടുന്ന കർഷകൻ്റെ കണ്ണീരൊപ്പാൻ നിർമ്മലാ സീതാരാമൻ എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്നറിയാൻ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഫിൻബായ്ക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എം മോഹൻദാസ്, ഡോക്ടർ മോഹൻകുമാർ എസ്, കെ വി ബിജു, സൂരജ് നായർ, നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.